ഒരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നായകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, നായകൻ ജയിലിലാവുന്നു. പിന്നീട് ഈ നായകൻ്റെ ഈ ഒരു നെഗറ്റീവ് ഇമേജ് വെച്ചിട്ട് ആ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു, അത് ഹിറ്റാവുന്നു. ഇങ്ങനെയൊക്കെ കുറേ സംഭവവികാസങ്ങളൊക്കെ നടന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹിന്ദി സിനിമയിലെ ഒരു വലിയ ലെജൻഡായ സുഭാഷ് ഘൈ നാനാ പടേക്കറിനെ വെച്ചിട്ട് ഒരു ഓഫ് ബീറ്റ് ലെവലുള്ള ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അതൊരു ഒരു ഒരു രാവണനെയൊക്കെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൻറ്റി ഹീറോ സബ്ജക്റ്റ്. പക്ഷേ അതിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഡയറക്ഷൻ അല്ലെങ്കിൽ അസിസ്റ്റൻസ് ടീമിൽ പെട്ട അവർ പറയുന്നു ഇതൊരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് പറ്റിയ ഒരു സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹം അതൊരു കമേഴ്ഷ്യൽ രീതിയിലോട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് മാറ്റുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അതിലൊരു ഒരു ആൻറ്റി ഹീറോ, പിന്നെ ഒരു പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു 2 ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പായിട്ട് വരുന്നു, ഒരു നായിക വരുന്നു. അപ്പോൾ അതിൽ ആ പോലീസ് ഓഫീസറുടെ ക്യാരക്ടറിന് ആദ്യം തന്നെ അദ്ദേഹം ജാക്കി ഷറഫിനെ ഫിക്സ് ചെയ്തു. അതിൽ വേറൊരു ഓപ്ഷനൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലായിരുന്നു. പിന്നെ മറ്റേ നായകൻ ആര് എന്നുള്ള ഒരു ആലോചനയൊക്കെ അദ്ദേഹം അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന കുറേ ആലോചനയൊക്കെ വന്ന് ആരൊക്കെ വേണം എന്നൊക്കെ രീതിയിൽ കുറേ അദ്ദേഹം ആലോചിച്ചു. അന്ന് ഇങ്ങനെ ഒരു കഥയൊക്കെ ഇദ്ദേഹം എഴുതുന്നു എന്നൊക്കെ അറിഞ്ഞ് അനിൽ കപൂറിന് ആ ഒരു സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അനിൽ കപൂർ പറഞ്ഞു അതിലാണ് നായക വേഷം, ഞാൻ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അനിൽ കപൂറിൻ്റെ അന്നത്തെ ഒരു ഇമേജും അനിൽ കപൂറിൻ്റെ ലുക്സൊക്കെ വെച്ചിട്ട് സുഭാഷ് ഘൈ അനിൽ കപൂർ ആപ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അനിൽ കപൂറിനെ മാറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് സഞ്ജയ് ദത്താണ്. കാരണം അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആ റോളിലെ ഒരു നായകൻ്റെ കണ്ണുകൾ, എനിക്ക് സഞ്ജയ് ദത്തിൻ്റെ കണ്ണുകളാണ് ആ ഒരു സിനിമയിൽ സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടറെ അല്ലെങ്കിൽ സഞ്ജയ് ദത്തിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബല്ലു പ്രസാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൽ നായക് എന്ന് പറയുന്ന ആ ഒരു സിനിമ പിന്നീട് ചരിത്രമായി മാറി. സൂപ്പർ ഹിറ്റായെന്ന് മാത്രമല്ല അതിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോഴും പല സിനിമകളിൽ ആ പാട്ടുകൾ റെഫറൻസ് ആയിട്ട് വരാറുണ്ട്. എന്തായാലും കൽനായകിലെ ബല്ലു പ്രസാദ് ആയിട്ട് സഞ്ജയ് ദത്തും അതുപോലെ തന്നെ ഇൻസ്പെക്ടർ റാം നമ്മുടെ ജാക്കി ഷറഫാണ്. പിന്നെ മാധുരി ദീക്ഷിത് ചെയ്ത ഗംഗ അത് ഇൻസ്പെക്ടർ ആണ്, ജാക്കി ഷറഫിൻ്റെ കാമുകിയുടെ വേഷമാണ്. പിന്നീട് ഒരു അണ്ടർ കവർ ഏജൻ്റൊക്കെ ആയിട്ട് പോയി സഞ്ജയ് ദത്തിൻ്റെ കൂടെ എന്താ പറയുക സഞ്ജയ് ദത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ ചോർത്താനായിട്ട് വില്ലന്മാരുടെ രഹസ്യങ്ങൾ ചോർത്താൻ പോകുന്നതൊക്കെയാണ്. ആ ഒരു സിനിമയുടെ കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഒരുവിധം എല്ലാവരും ആ സിനിമ സ്നേഹിക്കുന്ന എല്ലാവരും ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ സഞ്ജയ് ദത്തിനെ അറസ്റ്റ് ചെയ്താണ്. നമുക്കറിയാം അന്നത്തെ ബോംബെയിലെ ബോംബ് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് സഞ്ജയ് ദത്ത് കുറേ കാലം ജയിലിൽ കടന്നിട്ടുണ്ട്. അതിന് ആ സമയത്തും അതിന് ശേഷമൊക്കെ അദ്ദേഹം പലപ്പോഴായിട്ട് ജയിലിലൊക്കെ കടന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് എല്ലാം അത് വേറൊരു രാജ്യത്തെ അവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വരുന്ന സമയത്ത് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുനിൽ ദത്ത് അന്ന് MP ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയുക എല്ലാവരും വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സഞ്ജയ് ദത്ത് നാട്ടിൽ വന്ന് ഷൂട്ടിനിടയ്ക്ക് വരുന്നു, സഞ്ജയ് ദത്തിനെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹം ജയിലിലാവുന്നു. പിന്നീട് സഞ്ജയ് ദത്ത് ജയിലിൽ വന്നില്ല, എനിക്കൊന്നും ബെയിലൊക്കെ കിട്ടി വന്നിട്ടാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ആ സിനിമ ഷൂട്ട് തീർത്തതും. പിന്നീട് ആ സിനിമ റിലീസാകുമ്പോൾ അദ്ദേഹം ജയിലിലായിരുന്നു. എന്തായാലും ഒരു കൽനായകം എന്ന് പറയുന്ന ആ ഒരു പേര് ഈ ഒരു സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ജയിലിൽ പോയ വാർത്തകളും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ യൂസ് ചെയ്തു, സുഭാഷ് ഘൈ യൂസ് ചെയ്തു. അത് അധികം കുറേ വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ സിനിമ തന്നെ തിയേറ്ററിലെത്തി, തിയേറ്ററിൽ പ്രേക്ഷകർ ഇടിച്ചു കയറി. അപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് സഞ്ജയ് ദത്തിൻ്റെ ലൈഫുമായി ബേസ് ചെയ്തിട്ട് രൺബീർ കപൂർ സഞ്ജു എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടാണ്. അതൊരു പക്ഷേ ഇന്നത്തെ ജനറേഷൻ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആ സിനിമയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സഞ്ജയ് ദത്തിൻ്റെ സംഭവിച്ചതും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്ന് വിശ്വസിച്ചിരുന്ന പലവരുടെയും എന്താ പറയുക ആ സഹവാസം കാരണം അദ്ദേഹത്തിന് ജയിലിലാവേണ്ടി വന്നതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ശരിക്ക് കൽനായകൻ്റെ ഇടയ്ക്ക് റിയൽ ലൈഫിലും സംഭവിച്ചത്. പിന്നെ ഇതിൽ നായിക് നെഹി കൽനായക് ഹൂമേ എന്ന് പറഞ്ഞ ഒരു സോങ് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ മറ്റൊരു സോങ്ങാണ് അതിൽ മാധുരി ദീക്ഷിത് ആണ് ആ സോങ്ങിൽ തകർത്ത് പെർഫോം ചെയ്തത്, ചോളിക്ക് പീച്ചെ ക്യാ ഹേ എന്ന് പറഞ്ഞിട്ടൊരു സോങ്. അപ്പോൾ ഈ ഒരു സോങ് അന്ന് കുറേ വിവാദങ്ങൾ, അതിൻ്റെ ലിറിക്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് കുറേ വിവാദമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ അന്ന് നാഷണൽ അവാർഡിനെ അയച്ചിട്ട് നാഷണൽ അവാർഡുകളിൽ നിന്നും നാഷണൽ അവാർഡ് കിട്ടാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഒരു പാട്ടാണ്. ഈ ഒരു സോങ് കട്ട് ചെയ്തില്ലെങ്കിൽ അവാർഡിനൊന്നും അയക്കാൻ പറ്റില്ല എന്നും അവാർഡ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുഭാഷ് ഘൈ ആ പാട്ടൊന്നും ഒരിക്കലും കട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളൊന്നും അദ്ദേഹം പ്രശ്നമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ധരിച്ചത്. പക്ഷേ എന്തായാലും ആ സിനിമ സൂപ്പർ ഹിറ്റായി. അതിനുശേഷം സഞ്ജയ് ദത്ത് ജയിലിൽ പലപ്പോഴായിട്ട് ജയിലിൽ പോയത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ഘൈ തമാശ രൂപേണ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സഞ്ജയ് ദത്ത് ജയിലിൽ നിന്ന് സുഭാഷ് ഘൈക്ക് കത്തുകൾ അയക്കും. അപ്പോൾ ആ കത്തുകളിൽ പറഞ്ഞിരുന്നത് അന്ന് ജയിലിലുണ്ടായിരുന്ന സഹതടവുകാരൊക്കെ ഈ നായിക് നെഹി എന്ന് പറഞ്ഞ പാട്ട് പാടാൻ സഞ്ജയ് ദത്തിനോട് പറയുന്നതും അതായത് അവരുടെയൊക്കെ ഫേവറേറ്റ് പാട്ടുകളായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നീട് തമാശ രൂപേണയൊക്കെ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം
കൽനായകൻ എന്നുള്ള പേരിൽ കൽനായിക എന്ന് പറയുന്ന ഒരു സിനിമയും ആ സമയത്ത് റിലീസായിട്ടുണ്ട്. അതായത് ഈ ഒരു സിനിമയുടെ സാമ്യതകളുള്ള ഒരു അതേപോലെ തന്നെ ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഇതേ ഡേറ്റിൽ തന്നെ ആ സിനിമ ഇറക്കുന്നു. അപ്പോൾ ഈ ആ ഒരു സിനിമ ഇതേ ഡേറ്റിൽ ഇറക്കാതിരിക്കാനൊക്കെ സുഭാഷ് ഘായ് എന്ന് കുറേ ഇത് കേസ് കൊടുക്കുകയോ അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ അന്നത്തെ അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ, ചലച്ചിത്ര ഇവരുടെ നിർമ്മാതാക്കളുടെ അസോസിയേഷനിലൊക്കെ പോയിട്ട് പറഞ്ഞെങ്കിലും സെയിം ഡേ തന്നെ ആ സിനിമ ഇറക്കി. അതിൽ ജിതേന്ദ്രയും ജയപ്രദീപ് അനു അഗർവാളൊക്കെ ആയിരുന്നു. അനു അഗർവാളായിരുന്നു അതിൽ ആ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു വേഷമൊക്കെ ചെയ്തത്. പക്ഷേ ആ സിനിമയൊന്നും അങ്ങനെ തിയേറ്ററിൽ വലിയ വിജയമല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൽനായക് എന്ന് പേരിൽ കൽനായിക എന്ന് പറഞ്ഞ് റിലീസ് ചെയ്യുമ്പോൾ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഒരു കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക തിയേറ്ററിലേക്ക് പോകും എന്നുള്ള ഒരു ഇതിനാണ്. പിന്നീടും നമ്മുടെ മലയാളത്തിലും അതേപോലെ തന്നെ മറ്റു പല ഭാഷകളിലൊക്കെ ഇതുപോലെ തന്നെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. എന്തായാലും കൽനായകൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു റെഫറൻസ് വേറെയും സിനിമകൾ വന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 90കളിലൊക്കെ ചില സിനിമകൾ, അതിൽ ജഗതി ശ്രീകുമാറിൻ്റെ ഒരു സിനിമ, ഞാൻ പേര് മറന്നുപോയി, അതെനിക്ക് ഒന്ന് കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ ജഗതി ശ്രീകുമാർ ഡബിൾ റോളാണ്. അതിൽ ഒരു ജഗതി മന്ത്രിയും ഒരു ജഗതി ചെറിയൊരു തട്ടിപ്പ് വീരനൊക്കെയാണ്. ആ തട്ടിപ്പ് ജഗതിയുടെ ഒരു ഇൻട്രോ വരുന്നതൊക്കെ ജഗതി സ്റ്റേജിൽ ചൊളിക്കി പിച്ച എന്ന് പറഞ്ഞ പാട്ട് പാടുന്നത്, ആ ഒരു പാട്ടിന് ഡാൻസ് ചെയ്യുന്നതൊക്കെയാണ്. വേറെ ഏതൊരു സിനിമയിലേക്ക് ഇന്ദ്രൻസ് ആ ഒരു പാട്ട് ഡാൻസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ലോഹം എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ, ഡയറക്ടർ രഞ്ജിത്തിൻ്റെ സിനിമ, അതിലും ഇൻ്റർവെൽ സീനിൽ ലാലേട്ടൻ്റെ ഒരു സസ്പെൻസ് റിവീൽ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ്റെ ക്യാരക്ടർ അതുപോലെ ടാക്സി ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടർ ഒരു നെഗറ്റീവ് ടച്ചിലുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അതിൽ നായക് നെഹി കൽനായക് മേഹു എന്ന് പറയുന്നതൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഞെട്ടിയതാണ് ആ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ ഈ ഒരു സിനിമ അന്ന് വേറെ ഏതൊക്കെയോ ഭാഷകളിലൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തെലുങ്കിലും തമിഴിലും കൂടിയിട്ട് റീമേക്ക് ചെയ്തിരുന്നു. പക്ഷെ അതത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു. അതിൽ ജാക്കി ഷറഫിൻ്റെ റോള് ചെയ്തത് നമ്മുടെ മലയാളത്തിലെയും തമിഴിൻ്റെയും പ്രിയപ്പെട്ട നടൻ റഹ്മാനായിരുന്നു. അതിൽ നായകവേഷം ചെയ്തത് വിനോദ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് നടനായിരുന്നു. പക്ഷെ അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു. പിന്നെ കൽനായകൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഇവർക്ക് സുഭാഷ് ഘായ്ക്കും ജാക്കി ഷറഫിനൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടാകും. അത് ജാക്കി ഷറഫിൻ്റെയും മാധുരി ദീക്ഷിത്തിൻ്റെയും കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടി വലുതായിട്ട് ടൈഗർ ഷറഫിനെ ആ റോളിൽ അഭിനയിപ്പിക്കണം എന്നൊക്കെ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എവിടെ എത്തിയില്ല. എന്തായാലും കൽനായകൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. നിങ്ങൾ ആ സിനിമയെക്കുറിച്ചും ഈ പറഞ്ഞ പോലെ തന്നെ അല്ല സഞ്ജയ് ദത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾക്ക് കമൻറ്റ് ചെയ്യാം.